ഭക്തന്മാരുടെ കഥ നോക്കൂ, അധിക പേരും എന്തായിരിക്കും? ദരിദ്രരാണ്. സമ്പന്നരാവാൻ അറിയാനായിട്ടല്ല, ഇതൊരു സുഖമാണ്, അത് സുഖമായിട്ട് ആസ്വദിക്കാം, ഇത് മതി കരുതിയിട്ടാണ്. തുക്കാറാമനോട് ചോദിച്ചു, ഞാൻ രത്നം തരട്ടെ ചോദിച്ചപ്പം പറയണം, എനിക്ക് രത്നം എന്ന് പറഞ്ഞാൽ ഗോമാംസത്തിന് സമാന, എന്നെ അശുദ്ധമാക്കരുതെന്നാണ് പറഞ്ഞത്. പണം വേണ്ടായിട്ടല്ല. ശിവജി ചോദിച്ചു, ഞാൻ ധാരാളം കാശ് തരട്ടെ, അങ്ങ് ഇങ്ങനെ നടക്കണ്ട, സ്വസ്ഥമായിട്ടിരിക്കൂ. അയാൾ പറഞ്ഞു, എനിക്ക് സ്വസ്ഥതയ്ക്ക് എന്താ കുറവ്? തനിക്ക് കാണുമ്പം ദരിദ്രനായിട്ട് തോന്നാം, ഉള്ളിലാരാ? ഉള്ളിൽ ചക്രവർത്തി. നമ്മൾ തിരിച്ചാ, പുറമെ ചക്രവർത്തി, ഉള്ളിൽ ഭിക്ഷാപാത്ര. ഉള്ളിലിറക്കാണ്, ഉള്ളിൽ സമാധാനത്തിന് വേണ്ടി ഇറക്കാണ്. ഇത് ഉള്ളിൽ ധനികനാണ്, പുറമെ ചിലപ്പം വേഷം കെട്ടിന്ന് വന്നേക്കാം, ചായ വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ ഉള്ളിലെന്താ കഥ? താനും ഞാനുമായിട്ടുള്ള കുറച്ച് ദിവസത്തെ ബന്ധം കൊണ്ട് തനിക്ക് എന്നോട് ഇത്ര കണ്ട് സ്നേഹം തോന്നി, എന്തും തരാൻ തനിക്ക് തോന്നിയെങ്കിൽ ഞാനും വിഠലനും തമ്മിലുള്ള ബന്ധം എത്ര കാലത്തെയാണ്? അയാൾക്ക് എന്തൊക്കെ തരാൻ തോന്നിയിട്ടുണ്ടാവും എന്നാണ്. കാരുണ്യമൂർത്തിയല്ലേ. എന്നിട്ട് തരാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? എനിക്ക് വേണ്ടാത്തതുകൊണ്ടാ. എന്താണ്? അതാണ് താല്പര്യം, അതാണ് ഭക്തന്മാർ. നമുക്ക് കിട്ടിയത് പോരാനുള്ള അഭിപ്രായമല്ലേ. എനിക്ക് 2 ഫ്ലാറ്റല്ലേ ഉള്ളൂ എന്നാണ്, എനിക്ക് 2 കുട്ടികളല്ലേ ഉള്ളൂ, ഒക്കെ കിട്ടിയില്ലേ? ഒന്നുമില്ലാത്തൊരു ലോകത്തുണ്ടല്ലോ. അതുകൊണ്ട് പരാതി പറയരുതേ, അതാ ഭഗവാൻ കാണിക്കണതേ. പണ്ട് ഗുരുനാനാക്കിൻ്റെ അടുത്തൊരാൾ ചെന്നു, അദ്ദേഹത്തെ കണ്ടിട്ട് കേമത്തം പറയാമെന്താ, ഭാര്യ ഇങ്ങനെ നിർബന്ധിക്കും, അദ്ദേഹത്തെ പോയി കാണൂ പറഞ്ഞപ്പോൾ ഒന്ന് പോയി കണ്ടു. വലിയ ബിസിനസ്സുകാരനാണ്, കോടിപതി, ധാരാളം കാശുണ്ട്. അദ്ദേഹം ചെന്നു. അപ്പം അദ്ദേഹം ഭക്ഷണം കഴിക്കുക. അപ്പം ഗുരുജിയോട് പറഞ്ഞു, അതെ ഞാൻ അങ്ങയെ കാണാൻ വന്നതാണ്, ഭാര്യ ഇങ്ങനെ നിർബന്ധിച്ചു, പിന്നെ അങ്ങേക്ക് തിരക്കാൻ എനിക്ക് മനസ്സിലായി, എന്തായാലും അങ്ങയുടെ ഊണ് കഴിഞ്ഞവരെ ഇരിക്കാനൊന്നും എനിക്കും സമയമല്ലേ, ഞാനും കുറച്ച് ബിസിനസ്സൊക്കെ പല ദിക്കിലും ഞാൻ നോക്കിയില്ലെങ്കിൽ ശരിയാകൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം ചെയ്യുക, എന്തായാലും വൈഫിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ അങ്ങോട്ട് മിണ്ടണം എന്നൊക്കെ. ഇനിയിപ്പം പറ്റിയില്ലെങ്കിലും സ്വർഗ്ഗത്തൊന്നും മിണ്ടാം, കാരണം അങ്ങ് സ്വർഗ്ഗത്തിലെത്തും, ഞാനും അവിടെ ആകുമ്പോൾ പിന്നെ സമാധാനമായിട്ടിരിക്കും, കുറേ നേരം ഉണ്ടാവുമല്ലോ, ബിസിനസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടുന്ന് കാണാം എന്നും പറഞ്ഞ് ആര് പോയി? അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ഈ ഗുരുജി എന്ത് ചെയ്തു? അദ്ദേഹം ഒരു സാധനം ഒരു പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്തു, ഇത് കയ്യിൽ വെച്ചോളൂ. എന്താ കാരണം വെച്ചാൽ സ്വർഗ്ഗത്തിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ ആരാ ചോദിക്കുമ്പോൾ അങ്ങ് ഇത് പറഞ്ഞാൽ മതി, ഈ പേപ്പർ കാണിച്ചാൽ മതി, പൊതി കാണിച്ചെന്ന് എനിക്ക് മനസ്സിലാവും, അന്ന് ഞാൻ ഊണ് കഴിക്കുമ്പോൾ വന്ന ആളാണ് എന്ന് മനസ്സിലാവുമ്പോൾ മിണ്ടാലോ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് അദ്ദേഹം കീശയിലിട്ട് കൊണ്ടുവന്നു, ഭാര്യയുടെ എത്തി. ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കാണാൻ പോയി, പക്ഷേ മിണ്ടാനും നമസ്കരിക്കാനൊന്നും പറ്റിയില്ല, തിരക്കൊണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, സ്വർഗ്ഗത്തിൽ നിന്ന് കാണുമല്ലോ, അപ്പം മിണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു പേപ്പറിൽ എന്തോ പൊതിഞ്ഞ് തന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. അദ്ദേഹം എപ്പോഴും നോക്കിയിട്ടില്ല. ഭാര്യയ്ക്ക് അത്ഭുതമായി. ഭാര്യ പറഞ്ഞു, നോക്കട്ടെ, കാണട്ടെ, കീശയിലുണ്ട്, അത് കാണട്ടെ എന്ന് പറഞ്ഞു. എടുത്തു കൊടുത്ത സമയത്ത് ആ പൊതി തുറന്നപ്പം ഒരു തുരുമ്പ് പിടിച്ച മുട്ടുസൂചി. എന്താണ്? തുരുമ്പ് പിടിച്ച മുട്ടുസൂചി. ഭാര്യ ചോദിച്ചു, അങ്ങ് അവിടെ പോയിട്ട് ബടായി അടിച്ചുവോ? ലേശം കുറേശ്ശമൊക്കെ പറയാണ്ടിരിക്കാൻ വയ്യല്ലോ, കിട്ടിയ കാശിനെ പറ്റിയിട്ടും തൻ്റെ ബിസിനസ് വലിയ സാമ്രാജ്യത്തെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞു. ഭാര്യയ്ക്ക് പിന്നെയും വകതിരിവുണ്ട്. അവൾ പറഞ്ഞു, എന്താ ഇപ്പോൾ ഇത് കാണിക്കണമെന്ന് ഇഷ്ടമുണ്ടോ? ചത്ത് പോണ നേരം അങ്ങേക്ക് തുരുമ്പ് പിടിച്ച മുട്ടുസൂചി പോലും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പം കാണിച്ചതാണ്. ഇതൊന്ന് കൊണ്ടുവരൂ കാണട്ടെ എന്നാണ്, സ്വർഗ്ഗത്തിലേക്ക്. അല്ലെങ്കിൽ എവിടെ വെച്ചാൽ ഇതൊക്കെ ഇവിടെ ഒപ്പിക്കാം, ഇവിടെ നമുക്ക് വ്യവഹരിക്കാം, അത്രേ പറ്റുള്ളൂ. പോണ നേരത്തെ എന്തേ ഉണ്ടാവുള്ളൂ? സുകൃതം ദുഷ്കൃതം ചെയ്യുക, ഈ കേട്ട ഭാഗവതം ഉണ്ടാവും, വേറെ ഒന്നും ഒപ്പം ഉണ്ടാവില്ല. അടുത്ത ജന്മത്തിൽ വല്ല ദരിദ്രൻ്റെ മകനായിട്ട് ജനിച്ചാൽ കടക്കാരൻ്റെ മകനായി ആ കടം വീട്ടേണ്ടി കൂടി വരും. ഇപ്പം കുറേ കോടികളുണ്ടാക്കി പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ അവിടെ ചെക്ക് ചെയ്യുമല്ലോ, നമ്മളെങ്ങനെ അങ്ങോട്ട് നിർത്തും, ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് വിടുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സുകൃതം സമ്പാദിക്കൂ. തസ്മാത് 3 പദാന്യവ വൃണേ തദ് വരദർഷഭാത് ഏതാവതൈവ സിദ്ധോഹം. 3 അടി മണ്ണ് മതി, അതുകൊണ്ട് തന്നെ ഞാൻ തൃപ്തന, അതിലപ്പുറം ഒന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ സമയത്ത് ചോദിക്കുകയാണ്, ഇനിയിപ്പം നിർത്തില്ല, ഇനി അങ്ങ് തരാൻ ഭാവമില്ലെങ്കിൽ ഞാൻ അടുത്ത വീട്ടിൽ പോയി ചോദിക്കാം എന്നായി. ഇപ്പം പിന്നെ വയ്യല്ലോ, കൊടുക്കാനായിട്ട് പുറപ്പെടുകയാണ്. വന്നത് ഭഗവാനാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ചുമതല ആർക്കുണ്ട്? സദ്ഗുരുനാഥനുണ്ട്. ശുക്രാചാര്യർ പറഞ്ഞു അടുത്ത് വന്നിട്ട്, ഏഷ വൈരോചനേ സാക്ഷാത് ഭഗവാൻ. ആരാത്? സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്, അവ്യയഃ ആണ്, അവ്യയനായ ആ ഭഗവാനാണ്, നീ മനസ്സിലായിക്കോളൂ, അറിഞ്ഞും കൊണ്ട് കൊടുത്തോളൂ എന്നാണ്. അറിയാണ്ട കൊടുക്കണ്ട. നമ്മൾ കേട്ട കഥയിൽ അറിയാണ്ട കൊടുത്തു എന്നാ, എന്നിട്ട് ചവിട്ടി താഴ്ത്തി എന്നൊക്കെ കഥയാണ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചത്. ഇതങ്ങനെയല്ല, അറിഞ്ഞ സമയത്ത് കണ്ണങ്ങോട്ട് വിടരുകയാണ്, പുഞ്ചിരിക്കുകയാണ്. എൻ്റെ മുത്തശ്ശനെ അനുഗ്രഹിച്ച ഭഗവാൻ ഇപ്പം എന്നെ അനുഗ്രഹിക്കാൻ വന്നില്ലേ, സന്തോഷമായി. ഈ ഭാവമാണ് ആർക്ക്? ഇതാണ് ഈ ബലിക്കുണ്ടായത്. അതുകൊണ്ട് ശുക്രാചാര്യർ പറഞ്ഞു, നീ കൊടുക്കണ്ട,
കളവ് പറയുന്നവനാന്ന് പേടിക്കൊന്നും വേണ്ട. നമ്മൾ അസുരന്മാരെ ദേവന്മാരൊന്നുമല്ലല്ലോ, കുറച്ചൊക്കെ കളവ് നമ്മൾ ആചാര്യന്മാരൊന്നുമല്ലല്ലോ. അങ്ങനെ പറയാം. നമ്മൾ പിന്നെ ഭാഗവതം വായിക്കുന്നവരൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയാം. സന്യാസിമാരൊന്നുമല്ലല്ലോ, കളവൊക്കെ പറയാം. നമ്മൾ അസുരന്മാരല്ലേ, ലേശം കളവ് പറയാം. സ്ത്രീഷു നർമ്മ വിവാഹേച്ച ഒരു ശ്ലോകം കിട്ടുണ്ടാക്കി, എന്നിട്ട് പ്രമാണം ഇങ്ങനെ ഏതൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അത്രേ എന്നും പറഞ്ഞ് കളവൊക്കെ പറയാം. ജീവൻ പോകുന്ന കണ്ടാൽ കളവ് പറയാം, അധികാരം നഷ്ടപ്പെടുന്ന കണ്ടാൽ കളവ് പറയാം എന്നൊക്കെ പറഞ്ഞു നോക്കി ഗുരുനാഥൻ. എന്നിട്ട് പോലും ആ ബലി സത്യാന്നചലിതോ മഹാൻ. അതാണ് മഹാനാവാൻ കാരണം. തൻ്റെ ഗുരുനാഥൻ നിർബന്ധിച്ചിട്ട് പോലും താനൊരു കളവ് പറഞ്ഞാൽ തൻ്റെ ഒന്നും നഷ്ടപ്പെടില്ല, സ്വത്തൊന്നും പോവില്ല എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം സ്വത്ത് പോയാലും സാരമില്ല. തൻ്റെ സ്വത്താരാ? ഭഗവാനാണ്. ഭഗവാനെ നഷ്ടപ്പെടുത്തരുത്. അതാണ് ബലി പഠിപ്പിച്ച പാഠം.